എന്റെ ടോസ്റ്റ് എന്താവുമോ എല്ലാരും കൂടി അതിന്റെ മുകളിൽ കയറി പണിയെടുക്കുന്നുണ്ട്. നമ്മൾ ഒരിക്കലും നമ്മുടെ ഹസ്ബൻഡ്സിന്റെ കൂടെ ഇതിന് പോകരുത്, പട്ടിണിയാണ്. അതന്നെയാണ്, നീ തുറന്നു കഴിഞ്ഞാൽ ടേസ്റ്റ് നോക്കി പിന്നെ അത് അങ്ങനെ വഴിക്കായിട്ട് പോവും. ഞാനിപ്പോ കണ്ടതാണ്, CBSEയിലും അങ്ങനെ വരാൻ പോവാണ്. ഇപ്പോഴാണ് എനിക്ക് ഇത്ര വർഷമായില്ലേ ബൈസെപ്സും ട്രൈസെപ്സും എന്നും കൺഫ്യൂഷൻ. ഇതിൽ ആരാണ് ബൈസെപ്പ് ആരാണ് ട്രൈസെപ്പ്? റിച്ച് സാധനങ്ങളൊക്കെ ഇരിക്കാതെ അറിയില്ലേ? ഞാനെന്താ പുവർ ഫെല്ലോളൂ. ഞാൻ ടോസ്റ്ററിന്റെ മുകളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ചട്ടി കയറ്റിച്ചിരിക്കുക, അത് തുറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യും. അങ്ങനെ 7 1 ഇടയിൽ പിന്നീട് വന്നിട്ട് തോണ്ടും. അതെ ഒന്നും വിടരുത്. എന്റെ കയ്യിൽ ഇത്ര വെയിറ്റ് ഇരിക്കുമ്പോ എനിക്ക് എങ്ങനെ തോണ്ടാ തോന്നുന്നു. എല്ലാവരും സ്വയം പ്രാപ്തരാണ്. നീ അത് പുഴക്കിട്ടോ, അത് പുഴക്കിട്ടെന്നാ തോന്നുന്നത്. അത് പലതും വലിക്കുമ്പോ മോളിൽ നിന്ന് വല്ലതും വീഴാൻ സാധ്യത ഉണ്ട് കേട്ടാ. പൊളിച്ചടക്കാണ് ജിമ്മിന്റെ സാധനങ്ങളൊക്കെ. ഞാൻ സ്വപ്നോട് മുകളിലുള്ളത് അതിലേക്ക് അത് തൂങ്ങിയാടാൻ നല്ലത്. പക്ഷെ സ്വപ്നം എത്തൂലാന്ന്, അങ്ങോട്ടൊന്നും എത്തില്ല. ആക്ച്വലി ഉണ്ടല്ലോ, ഞാൻ മുന്നത്തെ പോയ ജിമ്മിലും എനിക്ക് ട്രെയിനർ ഉണ്ടായിരുന്നു, ഇവിടെ ട്രെയിനർ ഉണ്ട്. പക്ഷെ ട്രെയിനർ ഒരു സമയം കഴിഞ്ഞാൽ പോകും. അപ്പോഴാണ് ഈ രംഷേട്ടനെ ട്രെയിനർ ആക്കാൻ പറ്റുള്ളൂ. രംഷേട്ടൻ എന്താ ഈ പണിക്ക് എന്നെ കൊണ്ട് ചെയ്യിക്കും. ട്രെയിനർ ആവുമ്പോൾ ചെയ്യും. അതാണ് അവൾക്ക് എന്താ വെച്ചാൽ ഇതൊക്കെ മാറ്റിയല്ലേ വെയിറ്റ് കൊണ്ടേക്കിയത്. രംഷേട്ടൻ സാരി ഞാൻ കൊണ്ടേക്കും പണിയാക്കാൻ പറയും. അതാണ് ഈ വക സാധനങ്ങളോ ഇപ്പൊക്ക് പരിചയമായിട്ട് രംഷേട്ടൻ ഇങ്ങനെ ചെയ്യിച്ചിട്ട് മറ്റേതില്ലേ എനിക്കിതൊക്കെ എവിടെ കൊണ്ട് എന്തിന്റെ ഉള്ളിൽ കയറ്റണത് ഒരു പിടുത്തില്ല. ഇപ്പൊ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഓരോരുത്തർ ചെയ്തു തരുമ്പോ നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ലല്ലോ. ഇപ്പൊ എനിക്കിതൊക്കെ എന്തൊക്കെയാണെന്നുള്ള ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. കിട്ടില്ലേ? നീ എവിടെ നീളം വെക്കാനാ? അതൊരു എക്യുപ്മെന്റ്സ് ഒന്നും ഇല്ല, അല്ലാതെ ഇതിന്റെ മുകളിൽ ഇങ്ങനെ കേറി ഇങ്ങനെ ചെയ്യായിരുന്നു. അപ്പൊ മസിൽ വന്നിട്ടുണ്ടാവും. മസിലല്ല, ഇത് കൊഴുപ്പാണ്. പക്ഷെ നാല് തൊടുമ്പോ വന്നു. മറ്റേത് എത്ര തൊട്ടാലും ഗുളുഗുളു ആയിരുന്നു. ഓൺലി 1 month അല്ല 2 months ആവാറായി. ഫെബ്രുവരി 6 മാർച്ച് 6. ഈ മാസം, അടുത്ത മാസം, അതിന്റെ അടുത്ത മാസം ഫുൾ ട്രാവലിംഗ് ആണ്. അതിൽ പല ട്രാവലിംഗിലും എനിക്ക് നാട്ടിൽ പോണതിന്റെ മുന്നേ മെയില് നാട്ടില് മാത്രല്ല വേറൊരു ചെറിയ പരിപാടിയും കൂടെ ഉണ്ട്. സർപ്രൈസ് ആണ്. എക്സൈറ്റഡ്. ദൈവമേ നടക്കണേ. അപ്പൊ അതൊരു കിടിലൻ ഞങ്ങൾ കുറെ കാലമായി പ്ലാൻ ചെയ്യുന്നത്. ശ്വാസം വിട്ടോളൂ. കുറെ നേരമായി ശ്വാസം പിടിച്ച് നിൽക്കുന്നത്. ശ്വാസം വിട്ട് കഴിഞ്ഞാൽ ഒരു പുറത്തേക്ക് മസിൽ കണ്ടു തുടങ്ങി. മറ്റേത് മസിൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ എന്തായാലും ഞാൻ ഹെൽത്തി ആവണം. അത് സത്യമാണ്. ഞാൻ പറയട്ടെ എത്ര കിലോ കുറഞ്ഞു എന്ന്. ഞാൻ എണ്ണയൊക്കെ മാത്രം കുറയ്ക്കട്ടെ. ഷോൾഡേഴ്സ് ആയിരുന്നു. 2 months ജനുവരി 6 തീയതിയാണ് ഞാൻ ജോയിൻ ചെയ്തത്. രണ്ടാമത് ജോയിൻ ചെയ്തിട്ടൊക്കെ ഒരു കൊല്ലമായി. പക്ഷെ അതൊക്കെ ഗ്യാപ്പ് ആയിരുന്നു. കറക്റ്റ് ആയിട്ട് പോയത് ജാനുവരി 6 മുതൽ ഇതാ മാർച്ച് 2-3 ദിവസം കൂടെ കഴിയുമ്പോഴേക്കും മാർച്ച് 6 2 മാസം. അതിൽ 2 ആഴ്ച ഞാൻ ബ്രേക്ക് എടുത്തു. ഈ 2 മാസത്തിൽ 2 weeks ബ്രേക്ക് എടുത്തിട്ട് ഞാൻ 6.5 കിലോ കുറഞ്ഞു. അപ്പൊ അതിൽ ഡയറ്റും ഉണ്ട്, വർക്കൗട്ടും ഉണ്ട്, ഹെവി വർക്കൗട്ട്. പക്ഷെ ഒരു 2 മാസം കൂടെ വേണം എനിക്ക്, 1 മാസം കൂടെ വേണം എനിക്ക് എൻ്റെ ഐഡിയൽ വെയിറ്റിലേക്ക് എത്താൻ. പക്ഷെ അതൊന്നും കുറച്ചും കൂടെ കുറയണം എന്ന് എനിക്ക് തോന്നുന്നു. ഒരു 6 കിലോ കൂടെ എനിക്കിനി കുറച്ചാൽ മതി. ഒരു 6-7 കിലോ കൂടെ എനിക്കിനി കുറയ്ക്കണം. 4 കിലോ കൂടെ മതി ഐഡിയൽ വെയിറ്റിലേക്ക്. പക്ഷെ ഒരു 6 കിലോ ഞാൻ കുറയ്ക്കും. അപ്പം മെയ് ആകുമ്പോഴേക്കും എനിക്കത് കുറയ്ക്കാൻ പറ്റുള്ളൂ. ഒരു 6 കിലോ കൂടെ. അതിൻ്റെ ഇടയിൽ വരുന്ന ട്രാവലിംഗിൽ എനിക്ക് അത്ര കുറയ്ക്കാൻ പറ്റില്ല എന്നുള്ളൊരു ചെറിയ സങ്കടമുണ്ട്. കുറച്ച് മുന്നേ തുടങ്ങിയാൽ മതിയായിരുന്നു. ഇനിയിപ്പോൾ നമ്മളെന്താ ബൈസെപ്സോ? ഇപ്പോഴാണ് എനിക്ക് ഇത്ര വർഷമായില്ലേ ബൈസെപ്സും ട്രൈസെപ്സും എന്നും കൺഫ്യൂഷൻ. ഇതിൽ ആരാണ് ബൈസെപ്പ് ആരാണ് ട്രൈസെപ്പ് എന്നും ഞാൻ വിചാരിക്കുക ആരത്. അപ്പോൾ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കറക്റ്റ് ബൈസെപ്സ് ട്രൈസെപ്സ് എന്താന്ന്. രംഷേട്ടനോട് ഞാൻ എത്ര പറഞ്ഞു പറയാം, രംഷേട്ടൻ വിശ്വസിക്കുന്നില്ല. ഞാൻ പണ്ട് ഞാൻ നല്ല മെലിഞ്ഞ സമയത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, ഒരു 1 year 2 year ബാക്ക് നല്ല സ്ലിം ആയ സമയത്ത് ഞാൻ 100 kg സ്ക്വാട്സും 60 kg ഡെഡ് ലിഫ്റ്റ് ഒക്കെ എടുത്തിട്ട് പിന്നെ ഒരു തള്ളലില്ല. എന്താ എങ്ങനെ ഉണ്ടായിരുന്ന ഞാൻ പിന്നെ എന്തൊക്കെ സംഭവിച്ചു അറിയില്ലേ. അതുപോലെയാണ്. ഭക്ഷണം കാണുമ്പോൾ കുറച്ചാൽ മതി. പക്ഷെ ഇപ്പൊ ബാക്ക്
ബാക്ക് ടു ഞാനും എൻ്റെ ട്രെയിനറും കൂടെ കട്ടയ്ക്കാണ്. ആ രമേശേട്ടനെ വെട്ടിക്കും ഞാൻ എന്തില് എല്ലാത്തിലും. നീ നോക്കട്ടെ, നീ നമുക്കിത് എന്തിനാണ്? ട്രൈസപ്പ് അല്ലേ? ട്രൈസപ്പ് അല്ലേ ഇത്? ശരിയല്ലേ? ഈ ഒറ്റ പ്രശ്നമാണ് എനിക്ക്. ലെഫ്റ്റും റൈറ്റും പോലെ ബൈസപ്പും ട്രൈസപ്പും ചെറിയൊരു കൺഫ്യൂഷൻ ഉള്ളൂ ട്രെയിനറോട്. ട്രെയിനർ അത് എന്താണ് എനിക്ക് ബൈസെപ്സും ട്രൈസെപ്സും അറിയില്ല. ട്രെയിനർ വെരി ഗുഡ്. സൂപ്പറിങ്ങിട്ട് വന്നു കഴിഞ്ഞാന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ഫുൾ വെയിറ്റ് എടുത്ത് ഇങ്ങനെ ചെയ്യും. ഞാൻ ഇങ്ങനെ 7 എന്ന് പറഞ്ഞതിൻ്റെ ഇടയിൽ പിന്നീട് വന്നിട്ട് തോണ്ടും. അതെ ഒന്നും ഇവിടെ വരും. എന്റെ കയ്യിൽ ഇത്ര വെയിറ്റ് ഇരിക്കുമ്പോൾ എനിക്ക് എങ്ങനെ തോണ്ടാ തോന്നുന്നു. പിന്നീട് വന്നിട്ട് അതെ ഇതെന്താ ഇവിടെ വരാത്ത. ഞാൻ ഇങ്ങനെ 7, 8 എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഡംബിൾസ് ഇങ്ങനെ പൊന്തിക്കുമ്പോൾ 30 പിന്നീട് വന്നു ഇങ്ങോട്ട് വരുമോ വലിക്ക്. ട്രെയിനർ ഇങ്ങനെ നോക്കി എന്താണെന്ന്. അതല്ലാതെ എനിക്ക് 2 ജിമ്മുണ്ട് കേട്ടോ. ഞാൻ പൈസ കൊടുത്ത് ചേർന്നൊരു ജിമ്മുണ്ട്. അവിടെ അല്ലല്ല ഡാൻസിന് പോകും. അപ്പൊ ഇന്നിപ്പോ ഞാൻ ഡാൻസിന് പോവില്ല. അല്ലെങ്കിൽ അവിടെ എല്ലാം ഉണ്ട്, പക്ഷെ ഡാൻസിന്റെ സെഷനാണ് ഞാൻ അവിടെ കൂടുതൽ അറ്റൻഡ് ചെയ്യുക. ബാക്കി ഞാൻ ഇവിടെ രമേശേട്ടൻ്റെ ഒരു കമ്പനി ആയിക്കോട്ടെ ഈവനിംഗിൽ ഞാൻ കമ്പനി ആയിക്കോട്ടെ വെച്ചിട്ട് ഞാൻ ഈവനിംഗിൽ ഇവിടെ സൊസൈറ്റിയിലെ ജിമ്മാണ്. വൈകുന്നേരം അപ്പൊ കഴിഞ്ഞില്ലേ ഇങ്ങനെ വയറിനുള്ള ഗുരു ശബ്ദം എടുക്കണം. അപ്പൊ നമുക്ക് പോവാം. ഇത് 2 ബൈസെപ്സ്. അവസാനം ഈ എക്യുപ്മെന്റ് തന്നെ സംശയം ഞാൻ എന്തിനു വേണ്ടിയിട്ടുള്ളതാണിത്. പറയൂ കറക്റ്റ്. എന്റെ ട്രെയിനർ ആണെങ്കിൽ എന്റെ കൂടെ വന്നത് ചെയ്യും. മെല്ലെ ചെയ്യും. എങ്ങനെ ഓടുന്നത്? യെസ്. പിന്നെ ഈ വളവള സംസാരം നിർത്ത്. അത് ചെയ്യുമ്പോഴെങ്കിലും ഒന്നും മിണ്ടാതിരിക്കും. ഞാൻ പറയട്ടെ, പിന്നെ ഒന്നിന് ഫോക്കസ് ചെയ്യൂ. നമ്മൾ ഒരിക്കലും നമ്മുടെ ഹസ്ബൻഡ്സിന്റെ കൂടെ ഇതിന് പോകരുത്. നമ്മളെപ്പോഴും നമ്മുടെ ട്രെയിനറുടെ കൂടെ പോകണം. കാരണം ഈ ഹസ്ബൻഡുമാരുടെ വിചാരം നമുക്കൊരു കുന്ത് അറിയില്ല എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ ട്രെയിനറുടെ കൂടെ പോയാൽ അയാൾ നമുക്ക് എല്ലാ പണിയും ചെയ്തു തരും. നമുക്ക് ഇങ്ങനെ നിന്നാൽ മതി. ഇത് പണ്ട് നമ്മളോട് ആ ഫോട്ടോഗ്രാഫർ പറഞ്ഞ പോലെ ആയിരുന്നു. ഒരു ഫോട്ടോഗ്രാഫറെ നമ്മളെ ഫോട്ടോ എടുക്കാൻ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫോട്ടോഗ്രാഫർ വരെയായിരുന്നു. അവരുടെ വൈഫിന് യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു അവർക്ക് സുഖമായല്ലോ, നിങ്ങൾ ഫോട്ടോഗ്രാഫി ചെയ്തെടുക്കില്ല. ഞാൻ കൊടുക്കാറേ ഇല്ല. കാരണം ഞാൻ എന്ത് ചെയ്തു കൊടുത്താലും അവൾ കംപ്ലൈൻറ്റാണ് പറയുള്ളൂ. അത് അങ്ങനെയല്ല ഫോട്ടോ എടുക്കുന്നത്. എന്നെ പഠിപ്പിക്കും അങ്ങനെയല്ല ഫോട്ടോ എടുക്കേണ്ടത് വീഡിയോ എടുക്കേണ്ടത്. അത് കാരണം ഞാൻ ചെയ്യാറില്ല. അത് ഞങ്ങൾ ഹസ്ബൻഡുമാർക്ക് കേട്ട് പരിചയമുള്ള ഡയലോഗാണ്. ഓക്കെ. കൊഴുപ്പ് നിങ്ങൾ തന്നെ പറയും. എനിക്കറിയാലോ ഞാൻ എത്ര മെലിഞ്ഞാന്ന്. അല്ല ആക്ച്വലി ഞാൻ ഇടയ്ക്ക് സ്വപ്പുവിനോട് ഞാൻ മൊബൈലിൽ ഞാൻ എഴുതി വയ്ക്കും ഡയലോഗ്. സ്വപ്പ് എന്താണ് പറയാൻ പോകുന്ന ഡയലോഗ്. രമേശേട്ടൻ ഇങ്ങനെ ഇടയ്ക്ക് വന്ന് പറയേ മിനിങ്ങാന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് പറയും. ഇങ്ങനെ വന്നിട്ട് സ്വപ്പ് നീ നല്ല മെലിഞ്ഞോ, നിനക്ക് നല്ല വ്യത്യാസം ഉണ്ട് പറയും. അപ്പൊ ഞാൻ പറയും എനിക്കറിയാതെ. അപ്പൊ ഞാൻ മൊബൈൽ കാണിച്ചെടുക്കും. ആ ഡയലോഗ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടാവും. ഇതിപ്പോ സ്വപ്പ് റിപ്ലൈ പറയുന്നു. എനിക്കറിയാലോ. എനിക്ക് ആരും പറയേണ്ട ആവശ്യമില്ല. എനിക്കറിയാലോ. ജോക്സ് അപ്പാർട്ട്, ബി ഹെൽത്തി അല്ലേ? സ്റ്റേ ഹെൽത്തി. അത്രയും ഹെൽത്തി ആവാൻ വേണ്ടിയിട്ടാണ്. കാരണം ബാക്കിയൊക്കെ മസിൽ പെയിനുകളും അവിടെ വേദന ഇവിടെ വേദന അത് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം പറയണം. ഞങ്ങൾക്ക് അല്ലല്ല സത്യം രമേശേട്ടനും പറഞ്ഞത് തോന്നിയതാണ്. എൻ്റെ അടുത്ത് കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചിയുടെ മുടി നന്നായല്ലോ എന്ന്, എന്താ ചെയ്യണത് എന്ന്. എനിക്കും തോന്നി. കാരണം എൻ്റെ മുടി കൊഴിച്ചിൽ ഒരു 50% മേലെ 50 പോരാ നല്ലോണം മുടി കൊഴിയണത് നിന്നു. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുന്നു ഇതിനൊന്നും ചെയ്യണില്ല. ഞാൻ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പോയ ആളാണ് ആക്ച്വലി. ഹെയറിൻ്റെ എന്തെങ്കിലും സിറോ അല്ലെങ്കിൽ ഹെയറിൻ്റെ തന്നെ അങ്ങനത്തെ POP അങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പോയ ആളാണ്. മുടി കൊഴിച്ചിൽ സഹിക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ വെച്ചാൽ എന്താവും റീസൺ എന്നിങ്ങനെ വിചാരിച്ചു. വെച്ചാൽ നമ്മൾ ഈ ഒരു ഡയറ്റ് തുടങ്ങിയതിന് ശേഷം ജിമ്മിൽ വർക്കൗട്ട് അല്ല ഡയറ്റ് തുടങ്ങിയതിന് ശേഷം മുടി കൊഴിയണത് കംപ്ലീറ്റ് നിന്നു. കാരണം ഭയങ്കരമായിട്ട് പ്രോട്ടീൻ കഴിക്കാൻ തുടങ്ങി. നാച്ചുറൽ പ്രോട്ടീൻ 3 നേരം നമ്മുടെ ഡയറ്റിൽ അവർ ഞാൻ പറഞ്ഞില്ല ഡയറ്റീഷ്യൻ പറഞ്ഞത് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ കഴിക്കുക. അതായത് മുട്ടയായിട്ടോ സോയ ആയിട്ടോ രാജ്മ ആയിട്ടോ ചിക്കൻ ആയിട്ടോ. അല്ല ഞാൻ ജസ്റ്റ് പറഞ്ഞിട്ട് നിർത്തുകയാണ്. അപ്പൊ ശരിക്കും നല്ല ഡിഫറൻസ് ഉണ്ട്. ഒരു സപ്ലിമെന്റ്സ് പോലും കഴിക്കുന്നില്ല, ഒന്നും കഴിക്കുന്നില്ല. പക്ഷെ ട്രീറ്റ്മെന്റ് എടുക്കാൻ പോയ എൻ്റെ മുടി നല്ലോണം നന്നായി. മുടി കൊഴിച്ചിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. മറ്റേത് ഇങ്ങനെ ഇതാക്കുമ്പോൾ നിറയെ പോരും. ഇപ്പം ഫുൾ ചീകി കഴിഞ്ഞാൽ പോലും എനിക്ക് തോന്നുന്നു വളരെ കുറച്ചൊരു 10 സ്ട്രാൻഡ് പോലും പോരുന്നില്ല. അതൊരു പ്രോട്ടീൻ്റെ ഗുണമാണ്. മിത്തുകുട്ടിയും പറയുന്നത്. കാരണം ഞങ്ങൾ രണ്ടുപേരും ഡയറ്റ് ചെയ്യുമ്പോൾ അതേ ഫുഡാണ് മിത്തുവിനും കൊടുക്കുക. അല്ലാതെ അവൾക്കായിട്ട് വേറെ ഫുഡ് ഉണ്ടാക്കില്ലല്ലോ. അപ്പം ഞങ്ങൾ കഴിക്കുന്ന 3 നേരത്തെ പ്രോട്ടീൻ ഫുഡുകൾ തന്നെയാണ് മിത്തുവിനും കൊടുക്കാറ്. അപ്പം മിത്തു പറയേണ്ട അമ്മ എനിക്ക് മുടി കൊഴിയുന്നത് ഭയങ്കരമായിട്ട് നിന്നു കേട്ടോ.
തന്നെ മനസ്സിലാക്കിക്കൂടെ നമ്മുടെ ഫുഡ് കഴിക്കുന്നതിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഡയറ്റ് എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും ക്ഷീണിക്കുകയാണ് ചെയ്യുക. നമ്മൾ ആകെ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അയ്യോ പട്ടിണി കിടക്കണോ. അല്ല, ഡയറ്റ് എന്ന് പറയുമ്പോൾ ആക്ച്വലി നമ്മുടെ മുഖത്ത് ഗ്ലോ വരും, മുടി നന്നായിട്ട് ഇതാവും, നെയിൽസൊക്കെ നന്നാവും. കാരണം നമ്മൾ നല്ല റിച്ച് പ്രോട്ടീൻ 3 നേരം കഴിക്കുന്നുണ്ട്. പിന്നെ സപ്ലിമെൻറ്റ്സ് എടുക്കുകയാണെങ്കിൽ നല്ലതാണ്, വൈറ്റമിൻ ഡിയും അങ്ങനത്തെയൊക്കെ കുറവുള്ളവർക്ക്. അപ്പോൾ എന്തായാലും അത് എനിക്കൊന്ന് പറയണം തോന്നിയിട്ട് ഞാനത് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് പറയാച്ചിട്ടായിരുന്നു. പക്ഷേ എൻ്റെ അടുത്ത് കുറേ പേര് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു, ചേച്ചിയുടെ മുടി നല്ലോണം നന്നായി എന്ന് പറഞ്ഞത്. അപ്പോൾ എനിക്കും തോന്നി മുടി കൊഴിച്ചിൽ ഓൾമോസ്റ്റ് മാറി, സിറും ഒക്കെ നിർത്തി. ഞാൻ വെള്ളമിറക്കി ചാവുക. ഞാൻ പറയാ ടെക്കിന്റെ സ്വപ്നം ഇങ്ങനെ സ്പീഡിൽ പറയുമ്പോ ഞാൻ പറയും ദൈവമേ മെല്ലെ പറഞ്ഞാൽ മതി, ആർക്കും ഒരു ധൃതിയില്ല. ഇനി വെള്ളം വായിൽ തൊണ്ട പോയിട്ട് പണി കഴിയണ്ട. നമ്മൾ പ്രോട്ടീൻ പൗഡറോ സപ്ലിമെന്റ്സോ ഒന്നും കഴിക്കുന്നില്ല കേട്ടോ. നാച്ചുറൽ പ്രോട്ടീൻ, അതായത് ചിക്കനും ഫിഷും മാക്സിമം, മുട്ട, സോയ, രാജ്മ, എഗ് വൈറ്റ് ഒന്നും ഞാൻ കഴിക്കാറില്ല, എനിക്ക് ഇഷ്ടമല്ല എഗ് വൈറ്റ്. പക്ഷെ ഞാൻ അല്ലാതെ തന്നെ പ്രോട്ടീൻ നല്ലോണം കഴിക്കുന്നുണ്ട്. അതും മതി. ഇതിനൊക്കെ ഒരു കൗണ്ടും ഒരു കണക്കുണ്ട്. എപ്പോ തുടങ്ങിയത് ഒരു സാധനത്തിനുള്ളിൽ കയറി കഴിഞ്ഞാൽ ഇഷ്ടമായി കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ തന്നെയാണ്. വേറൊന്ന് കാണിച്ചു കൊടുത്ത് പറയണേ പാസ്ന്ന്, എന്ത് പാസ്, അല്ലാതെ എനിക്ക് ഇഷ്ടമല്ല വേറെ കാണിക്കുന്നത്. കാരണം അങ്ങനെ ഒരു നിയമം ജിമ്മിലില്ല. എനിക്കിത് ഇഷ്ടമല്ല, ഞാൻ അത് ചെയ്യില്ല. ഇഷ്ടമുള്ളത് മാത്രമേ ചെയ്യുള്ളൂ. ഇഷ്ടമുള്ളത് നിന്ന് 50 പ്രാവശ്യം. പിന്നെ ഞാൻ പറയും ഒരു 15 കൗണ്ടൊക്കെയാണ് ഒരു സെറ്റ് പാടുള്ളൂ എന്ന്. 20 കഴിഞ്ഞ് എണ്ണ. ഞാൻ പറയുന്നത് എണ്ണൊക്കെ പഠിക്കുക. 20, 21, 22, ഞാൻ ഏത് വരെ പോകും, 100 വരെ പോകും എണ്ണി പഠിക്കാൻ. ഒരു 15 കഴിഞ്ഞാൽ നിർത്തണം, അടുത്ത വെയിറ്റ് ഇടും. ഇഷ്ടത്ര അത് ചെയ്യാം. ചെയ്യ്. എക്സസൈസ് ഓൾമോസ്റ്റ് കഴിയാറായി അല്ലേ? 1 hour ആയി കേട്ടോ. രംഷേട്ടനതാ അവിടെ അതികഠിനമായ എക്സസൈസിലാണ്. രാവിലെ വരാനുള്ളൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ. വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളിയാണ്. ഭയങ്കര ഒരു ഫുൾ ഡേ ഭയങ്കര എനർജറ്റിക് ആയിട്ട് നമുക്ക് നിൽക്കാൻ പറ്റും. അതാണ് ഈ ജിമ്മിൻ്റെ ഒരു പവർ എന്ന് പറയുന്നത് കേട്ടോ. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ജിമ്മിൽ മാത്രം കിട്ടുന്നൊരു സംഭവമാണ്. അവക്കാഡോ സ്പെഷ്യലിസ്റ്റ്. എന്താണ് അതിൻ്റെ മുകളിൽ താജ്മഹൽ പണിയാണോ? എൻ്റെ ഫേവറേറ്റ്സ് ആണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. എനിക്ക് അതിൻ്റെ ഷേക്ക് നല്ല ഇഷ്ടമാണ്. ടോസ്റ്റും അതെ. അപ്പോൾ പാചകം തുടങ്ങുന്നതിന് മുന്നേ ഒരു കുട്ടി ബ്രേക്ക് എടുക്കുകയാണ്. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങളെ അറിയിക്കാനുണ്ട് കേട്ടോ. നോക്കാം. ഞാൻ കുറച്ച് കിടിലൻ സംഭവങ്ങൾ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. വേറെ ഒന്നല്ല, ഞാൻ കുറച്ച് അടിപൊളി സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. കാരണം ഇപ്പം നമ്മുടെ ആമസോണിൻ്റെ അൾട്ടിമേറ്റ് ബ്രാൻഡ് സെയിൽ നടക്കുകയാണ്. കളർ സ്പ്ലാഷ് ഫ്രം 1 March മുതൽ 9 March വരെ നല്ല ഓഫറും കാര്യങ്ങളും നല്ല സെയിലുമാണ്. അപ്പം ഞാൻ കുറച്ച് വെറൈറ്റി പിടിച്ചിട്ടുണ്ട്. വെറൈറ്റി ഇതെന്തിനാണെന്നൊക്കെ ഉള്ളത് നമുക്ക് വഴിയെ പറയാം. അപ്പോൾ ആദ്യം തന്നെ കുറേ കാലമായില്ലേ ഇന്ന് ചുരിദാറാണ്. പക്ഷേ എന്നാലും ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ചുരിദാറിൻ്റെ ലിങ്ക് നിങ്ങളൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇതും ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. എല്ലാത്തിൻ്റെയും ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇത് ബിബയുടെ നല്ല ഭംഗിയുള്ളൊരു കോട്ടൺ ഇതാണ് കേട്ടോ. നമുക്ക് കോളേജിലേക്കോ ഓഫീസിലേക്കോ ഒക്കെ ഇടാൻ പറ്റുന്നതിൻ്റെ പോക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. 2 സൈഡ് പോക്കറ്റ് ഉണ്ട്, സ്ലിറ്റ് ഉണ്ട്. നല്ല ഭംഗിയുള്ള ഒരു ക്ലാസി ആയിട്ടുള്ള ഒരു കിടിലൻ ഇതാണ് കേട്ടോ. അടുത്തത് ഒരു റെഗുലർ ഫിറ്റ് ടോപ്പാണ്. നല്ല ഭംഗിയുണ്ട്. ഇതും ഒരു ഓഫീസ് വെയർ ആയിട്ട് അല്ലെങ്കിൽ നമുക്കൊരു പാർട്ടി വെയർ ഒക്കെ ആയിട്ട്, ഇതൊരു പാർട്ടി വെയർ ആയിരിക്കും കൂടുതൽ ഭംഗി ഉണ്ടാവുക. കാരണം അതിൻ്റെ കളർ കണ്ടു, നല്ല ഒരു ഗ്ലോസി ആയിട്ടുള്ള ഒരു പിങ്ക് കളറാണ്. അപ്പോൾ ശരിക്കും ഇതിൻ്റെ കൂടെ ഒരു ബ്ലാക്ക് പാൻറ്റ് വെച്ച് പെയർ ചെയ്താൽ അടിപൊളിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ബ്ലാക്ക് പാൻറ്റും വാങ്ങിയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു ബ്ലാക്ക് പാൻറ്റാണ് കേട്ടോ. ഇപ്പോൾ ഇങ്ങനത്തെ കൊറിയൻ പാൻറ്റ്, നോർമൽ ബ്ലാക്ക് പാൻറ്റ്. അപ്പോൾ നമുക്ക് ഓഫീസ് വെയർ പോലെ ഒരു ഒഫീഷ്യൽ ലുക്കിൽ കിട്ടണമെങ്കിൽ ബ്ലാക്ക് പാൻറ്റ് വെച്ച് പെയർ ചെയ്യാം. പക്ഷേ ജീൻസിനേക്കാളും കൂടുതലായിട്ട് പെയർ ചെയ്യുമ്പോൾ നമുക്കൊരു ബെൽറ്റൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ പെയർ ചെയ്യാം. ഈ ഒരു ബ്ലാക്ക് പാൻറ്റും അതേപോലെ തന്നെ അങ്ങനെ വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. നല്ല കഫ്താൻ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമുക്ക് കഫ്താനോടൊരു ഇഷ്ടം തോന്നില്ലേ, അങ്ങനത്തെ തരത്തിലുള്ള ഒരു ഭംഗിയുള്ള ഒരു കഫ്താനാണ്. ഈ ഒരു കമ്പനിയുടെ പല ടൈപ്പ് ഓഫ് കഫ്താനും ഉണ്ട്. ഫുൾ ലെങ്ത് കഫ്താനും ഉണ്ട്. ശരിക്കും ഒരു എന്താ പറയുക, നമുക്ക് ഒരു തടി, ഞാൻ എപ്പോഴും പറയും തടിയുള്ള ആളുകൾക്കും തടിയില്ലാത്ത ആളുകൾക്കും ഒക്കെ ഭംഗിയുള്ള ഒരു സംഭവമാണ് കഫ്താൻ. ഇതിൻ്റെ കളർ തന്നെ നല്ലൊരു വൈബ്രൻറ്റ് കളർ, ഇതിൻ്റെ സുഖമുള്ള കഫ്താനാണ്. അടുത്തത് ഒരു ഗൗണ് പോലത്തെ ഒരു ഇന്ത്യയുടെ ആണ് കേട്ടോ. ഒരു ബ്യൂട്ടിഫുൾ ഗൗൺ. ഇത് നമുക്കൊരു പാർട്ടി വെയറായിട്ടോ സംഭവങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പെയർ ചെയ്യാൻ പറ്റുന്നതാണ്. നല്ല സിമ്പിൾ ആയിട്ടുള്ളതാണ്. പക്ഷേ എന്നാൽ സിമ്പിളാണ്, എന്നാൽ അത്യാവശ്യം ഒരു ഫംഗ്ഷനൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രില്ലൊക്കെ ഉണ്ട്. നടുവിലൊരു ബെൽറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ഫുൾ ലെങ്ത് ആയിട്ടുള്ള ഒരു ഗൗണാണ്. ഈ ഒരു വർക്ക് ഇവിടെ മാത്രം വരുന്നത്, ബാക്കി എല്ലായിടത്തും പ്ലെയിൻ ആയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗൗണാണ്. ഇതും പിന്നെ
ഞാനൊരു സ്ലിപ്പേഴ്സ് പോലെ വാങ്ങിച്ചിട്ടുണ്ട്. ഇതിപ്പോഴത്തെ ട്രെൻഡി ടൈപ്പാണ്, നമുക്ക് കംഫർട്ടാണ്. നമുക്ക് നോർമലായിട്ട് ട്രാവൽ ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് നോർമൽ ഇട്ട് നടക്കാനും കുറച്ചും കൂടി നല്ലത്. ഇതിൻ്റെ വൈറ്റും ഉണ്ട്, ബ്ലാക്കും ഉണ്ട്, പിങ്കും ഉണ്ട്. പക്ഷെ എനിക്ക് കുറച്ചൊരു അടിപൊളി ഒരു ട്രെൻഡി ലുക്ക് തോന്നുന്നത് പിങ്ക് ആയതുകൊണ്ട് ഞാൻ പിങ്ക് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ലാസ്റ്റ് ഇതാ ഈ ഒരു ഉടുപ്പ്. ഇതൊരു ഫ്ലോറൽ ഉടുപ്പാണ് കേട്ടോ. ഇത് ജനസിയുടെ നല്ല ഭംഗിയുള്ള കോട്ടൺ. ഈ സമ്മറിൻ്റെ സമയത്ത് സ്പ്രിംഗ് സീസൺ അല്ലേ, സ്പ്രിങ്ങിന് നമുക്ക് ഇടാൻ പറ്റുന്ന ഒരു കിടിലനായിട്ടുള്ള ഒരു ഉടുപ്പാണ്. ഇത് നീ ലെങ്ത് നിന്ന് കുറച്ച് താഴെ വരെ വരും, പക്ഷെ ഫ്രില്ലൊക്കെ ഉള്ള ഒരു ഫ്ലോറൽ. ശരിക്കും നമുക്ക് ഈ ഒരു മാർച്ച് ഏപ്രിൽ മെയിൽ ഇടാം, കാരണം ചൂടെടുക്കില്ല, നല്ല പ്യുവർ കോട്ടൺ ആയത് കാരണം. പിന്നെ ഫ്ലോറൽ ഡിസൈനൊക്കെ ഉള്ള കാരണം ഒരു സമ്മറിൻ്റെ വൈബും കിട്ടുന്ന ഒരു കിടിലനായിട്ടുള്ള ഒരു ഡ്രസ്സാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഇപ്രാവശ്യം ആമസോണിൽ നിന്ന് എടുത്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞ പോലെ അൾട്ടിമേറ്റ് ബ്രാൻഡ് സെയിലാണ്. കളർ സ്പ്ലാഷ് ഫ്രം ലൈവ് ആവുന്നത് 1st to 9th. അപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോഴേക്കും ഓൾമോസ്റ്റ് ഇപ്പോൾ അധികം സമയമല്ലേ 9th ആവാൻ. അപ്പോൾ എന്തായാലും ആവശ്യമുള്ളവരൊക്കെ ഒന്ന് ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് കാർട്ടിലിട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഇതിൽ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. എല്ലാത്തിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം ഞാൻ എൻ്റെ ഓട്സ് കഴിച്ചു. രംഷേട്ടന് അവക്കാടോ. ഇത് പൊളിക്കാൻ എനിക്ക് അത്ര അറിയില്ല. ഇത് രംഷ ഇത് എന്താ വെച്ചാൽ പഴുപ്പ് കൂടിയില്ലേ, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ എടുക്കാം. പിന്നെ നമുക്ക് അവക്കാടോ കാണുമ്പോൾ പ്രത്യേകിച്ച് വികാരമൊന്നും ഇല്ലാത്തൊരു ഫ്രൂട്ടാണ് ഇനി, പക്ഷെ ഭയങ്കര ഹെൽത്തി അല്ലേ. ഫസ്റ്റ് പ്ലസ് മുട്ട പുഴുങ്ങിയത്. ഞങ്ങൾ ഒരു പ്രാവശ്യം പറയരുത്, ഞങ്ങളൊരു സാറ്റർഡേ ഞങ്ങൾ ജിമ്മിൽ പോകാൻ വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും കൂടെ തമ്മിൽ നോക്കിയിരിക്കുക. എന്നിട്ട് ഞാൻ സ്വപ്നോട് കഴിക്കാം, എന്താ സ്വപ്നം ജീവിതം. രാവിലെ എവിടെ മുട്ട പെടുക്കണു, കഴിക്കണു, ജിമ്മിൽ പോണു, ഓഫീസിൽ പോണു, സ്വപ്പ് വീഡിയോ എടുക്കണു, വൈകുന്നേരം വരണു, മുട്ട കഴിക്കണു, ജിമ്മിൽ പോണു, കിടന്നുറങ്ങണു, രാവിലെ പിന്നെ എണീക്കണു, മുട്ട കഴിക്കണു, ജിമ്മിൽ പോണു. ഞാൻ എന്ത് ലൈഫ്. സ്വപ്പം അതിങ്ങട് ഊരിട്ട് ഡ്രസ്സൊക്കെ നമുക്കൊന്ന് കറങ്ങി വരാറുണ്ട്. അങ്ങോട്ട് ഞങ്ങൾ ജിമ്മ് സ്കിപ്പ്, എന്നിട്ട് അങ്ങോട്ട് നടന്നു. ഞങ്ങള് സാറ്റർഡേ ഫുൾ കറങ്ങി. കഴിഞ്ഞ സാറ്റർഡേ ഞങ്ങൾ സാറ്റർഡേ ഫുള്ള് ഞാൻ രംഷേട്ടന് മാത്രമേ എത്തു പറഞ്ഞു ഞാൻ വരില്ല, ഞാൻ ഇവിടെ ഇരുന്ന് പഠിക്കാൻ പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ 2 months ആയിട്ട് ഞങ്ങളുടെ ലൈഫില് എന്റെ പിന്നെ രംഷേട്ടന്റെ ലൈഫ് പറഞ്ഞാൽ നല്ല രസമാണ്. അതായത് പുറം ലോകം കാണുന്നില്ല. ഐ മീൻ അല്ല, രാവിലെ ഓഫീസിന്റെ ഉൾഭാഗം, വന്ന ജിമ്മിന്റെ ഉൾഭാഗം, വീടിന്റെ ഉൾഭാഗം, പുറത്തില്ല. ജിമ്മ് വീട്, ഓഫീസ് ജിമ്മ് വീട്. ഞാനാണെങ്കിൽ യൂട്യൂബ് വീട് ജിമ്മ്, പിന്നെ അമ്പലം, രാത്രി അമ്പലത്തിൽ പോകുന്ന ദിവസം. അപ്പോൾ മിത്തുവിന്റെ ഒരു പഠിത്തം കാരണം, മിത്തുവിന്റെ എക്സാം കാരണമാണ് ഒരു മെയിൻ കാരണം. കാരണം നമുക്ക് പുറമെ അങ്ങനെ കറങ്ങാൻ പറ്റില്ല, കാരണം മിത്തുവിനെ ഇവിടെ ഇരുത്തി പോവാന്ന് പറയുന്നത് ശരിയല്ലല്ലോ. പിന്നെ മിത്തു വരില്ല, അത് പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് എന്താ ജിമ്മ്, പിന്നെ ജിമ്മ് മുടക്കാൻ വയ്യ എന്നുള്ളത് ഒരു വലിയ റീസൺ. ജിമ്മ് വൈകുന്നേരം ആകുമ്പോൾ അത് ഭയങ്കര ഗിൽട്ട് ഫീൽ ആവും അത് മുടങ്ങുമ്പോൾ. അപ്പോൾ വേറെ എവിടെയില്ല, പുറമേ ഒരു യാത്രയില് ഒന്നുമില്ല. ജിമ്മ് രമേശേട്ടനാണെങ്കിൽ ജിമ്മിന്റെ കൂടെ മുട്ട, എന്ന് ജിമ്മിൽ പോയി വന്നാലും 4 മുട്ട. നമുക്ക് ഒന്ന് പുറം ലോകം കാണാൻ എന്തൊക്കെ ഇവിടെ സംഭവിക്കണം. അപ്പൊ നോക്കുമ്പോ ചില ബിൽഡിങ്ങുകളൊക്കെ കുറെ നോക്ക് സൂപ്പ് എന്തുണ്ടായത് ഈ ബിൽഡിംഗ് കുറെ കാലം പുറത്തിറങ്ങിയിട്ട്. സത്യം ഇപ്പൊ ഞങ്ങൾ കുറെ കാലമായി. ഞാനെന്താ വെച്ചാ കഴിഞ്ഞ ഒരു മാസമായിട്ട് ട്രാവലിങ്, ഇനിയും ട്രാവലിംഗ് തന്നെയാണ്. അതുകൊണ്ട് ഞാനാണെങ്കിൽ ഇപ്പൊ ഒരു പുതിയ വീട് വന്നിട്ട് എല്ലാവരും പോയതിനു ശേഷം ഇപ്പൊ ഗീതും ജയനും വന്നപ്പോ പോയി എന്നല്ല, നമ്മളും അങ്ങനെ ഒരു വീടിന്റെ ഇതും ബിസിയൊക്കെ ആയിട്ട് കുറെ ആയി. ഞാനും അങ്ങനെ ഒരു ഈ വർഷം നമ്മൾ 2024 പോലൊരു ട്രിപ്പ് ഒന്നും ഉണ്ടായിട്ടില്ല തോന്നുന്നു എനിക്ക്. അപ്പൊ അങ്ങനെ ഒരു റൂട്ടീൻ മെയിൻ ആയിട്ട് കുട്ടികളുടെ എക്സാമും, കുട്ടികൾ വലിയ ക്ലാസ്സിലാവുന്നതോറും നമ്മൾ അടച്ചിട്ട പോലെ നമുക്ക് പുറത്തിറങ്ങാനുള്ള ഒരു അവസരം ഉണ്ടാവില്ല. കാരണം എവിടെയും പോകാൻ പറ്റില്ല, ഇവരുടെ എക്സാമും പരിപാടിയും ഒക്കെ ആയിട്ട്. ഇനിയിപ്പോ അടുത്ത 2 കൊല്ലം ഇതൊക്കെ തന്നെ ആയിരിക്കും. അപ്പൊ കുറെ കഴിയുമ്പോ നമുക്കൊരു ഒരു മടുപ്പ് വരികയാണ്. അങ്ങനെ ഞങ്ങൾ കാര്യമായൊരു ബ്രേക്ക് എടുക്കാൻ തീരുമാനിക്കുന്നുണ്ട് അല്ലേ രംഷേട്ടാ? എന്താ ഏതാന്നൊക്കെ നമ്മള് വഴിയെ പ്ലാൻ വരുന്നുണ്ട്. ഹലോ ഡാർലിംഗ്. കുട്ടികള് അവക്കാഡോ ടോസ്റ്റ് കഴിച്ച് ഞാൻ അപ്പോഴേക്കും ഫ്രഷ് ആവട്ടെ കേട്ടോ. രംഷേട്ടൻ ഉണ്ടാക്കില്ലേ? ഓ അതാ മുട്ട. സത്യം പറയാം, രംഷേട്ടൻ ഉണ്ടാക്കി എനിക്ക് മുട്ട കാണാതെ ദേഷ്യം തുടങ്ങി. ദിവസം ഈ പറഞ്ഞാൽ 5 മുട്ട. ടോസ്റ്റ് എന്താവുമോ എല്ലാരും കൂടി അതിന്റെ മുകളിൽ കയറി പണിയെടുക്കുന്നുണ്ട്. അത് കുറച്ച് വലിയ ലെയർ ആയതുകൊണ്ട് അതാണ് ടോസ്റ്ററിന്റെ മുകളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ചട്ടി കയറ്റിച്ചിരിക്കുക, അത് തുറക്കാതിരിക്കാൻ വേണ്ടിട്ട്. എന്താണ് പണിയത് അതിന്റെ ഇന്ന് കഴിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവും തോന്നുന്നില്ല. പിടിച്ചോ അത് സാധനം അവിടെ പിടിച്ചോ. നീ ഒരു കാര്യം
അതൊക്കെ ആവും. നീ കേറിയിരുന്നോ സ്വപ്പം? അതൊക്കെ ആവും. എന്താണ് കഴിക്കുന്നത്? ഇതിൽ കുറച്ച് അവക്കാഡോ ഉണ്ട്, കളയണ്ടല്ലോ. അത് വായ ഉള്ളു പോണ്ടത്. അതായിട്ട് പുതിയ അവക്കാഡോ ഉണ്ടാക്കാൻ ഉണ്ടാക്കാം. ആള് കൂടിയ പണി അല്ല പണി പാമ്പ് ആവില്ല പോലെ. പക്ഷെ എന്റെ ടോസ്റ്റ് ഭാഗ്യമുണ്ട് എനിക്ക് കഴിക്കാൻ. അടിപൊളി ടോസ്റ്റ് ആവും. അതെ, നമ്മൾ ഇങ്ങനെയാണ് വേണ്ടത്. നമ്മൾ എല്ലാവരും അവരവരുടെ കാര്യം ചെയ്യുമ്പോ നല്ലതല്ലേ? ഒരാളെ മാത്രം ബുദ്ധിമുട്ടിക്കരുതല്ലോ. ഇല്ലല്ല. അല്ലേ മിത്തോ? ഞാൻ മിത്തുക്കുട്ടിയെ അതൊക്കെ പഠിപ്പിച്ചു. ആഹാ, കണ്ടോ സൂപ്പറായിട്ടുണ്ട്. നീ എന്താ മിത്തോടെ ഉണ്ടാക്കണത്? മിത്തുവിനുള്ള പീനട്ട് ബട്ടർ ഡെസേർട്ടിന്റെ പോലെ ഉണ്ട്. ഫിറ്റ്നസ് പീനട്ട് ബട്ടർ സഹാരി ഡെസേർട്ട് പോലെ ഉണ്ട്. അല്ല, എനിക്ക് ആ മറ്റതും വേണത്. എഗ് വൈറ്റും വെക്കണം. പിന്നെ അവിടെ എന്താ ഉള്ളില്ലേ യോഗട്ട്. റിച്ച് സാധനങ്ങളൊക്കെ ഇരിക്കാതെ അറിയില്ലേ? ഞാൻ എന്താ പുവർ ഫെല്ലോളൂ ഞാൻ. ഇത് മൈ ഫിറ്റ്നസിന്റെ പീനട്ട് ബട്ടർ ആണ്. ഓ, വെരി ഹെൽത്തി പീനട്ട് ബട്ടർ. ഇങ്ങനെ ബാക്കിയുള്ള സംഭവങ്ങളൊന്നുമില്ല എന്നൊക്കെ അവര് പറയുന്നു. ഞാൻ രാത്രി ഇതിന്റെ സ്മൂത്തിയാണ് കുടിക്കാറ്. നല്ല ടേസ്റ്റ്. ഉപ്പില് ഷുഗർ ഇല്ലേ? സൊപ്പോ ഉപ്പില് ഷുഗർ ഉണ്ടോ? ഉപ്പിൽ ഉപ്പാണ്. അതെങ്ങനെ ഉപ്പില് ഷുഗർ ഉണ്ട്? ഉപ്പില് ഷുഗർ അല്ല, സോൾട്ട്. അതിന്റെ തന്മാത്ര എന്താണെന്നുള്ളത് അറിയില്ലേ? ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇത് പറയായിരുന്നു. എന്തൊക്കെ പഠിച്ചു സ്കൂളിൽ. മിഥുൻ്റെ ക്ലാസ്സിനെ പറ്റി പറയായിരുന്നു. എന്തൊക്കെയായിരുന്നു കെമിസ്ട്രി ലാബിൽ എക്സ്പെരിമെന്റ്, അത് ഇത് സോഡിയം ഹൈഡ്രോക്ലോറിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, അത് പാരുന്നു ഇത് പാരുന്നു. അല്ല, അത് പറയാനുള്ളൊരു കാരണം ഞാൻ ഇപ്പൊ പറയാം. പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ ഞാൻ രംഷേട്ടനോട് പറഞ്ഞപ്പോൾ രംഷേട്ട ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഒന്നുമല്ല, ഞാനിപ്പോൾ അടുത്ത് കണ്ടതാണ്. CBSE എനിക്ക് ഉറപ്പില്ല കേട്ടോ അത് ഏത് വർഷമാണ് വരിക എന്നുള്ളത്. തുറന്നുതരാം. ICSE നമുക്ക് 9ാം ക്ലാസ് മുതലേ നമുക്ക് സെലക്ട് ചെയ്യാം. 11th ഉം 12th ഉം നമ്മൾ എന്താണ് എടുക്കുന്നത് ആ കോഴ്സ് നമുക്ക് 9th മുതലേ തുടങ്ങാം. അതായത് സയൻസ് ഇഷ്ടമില്ലാത്ത ഒരാളാണെങ്കിൽ സയൻസ് പഠിക്കേണ്ട. കൊമേഴ്സ് ആണ് നമുക്ക് ഇഷ്ടം 9th മുതലേ കൊമേഴ്സ് സ്ട്രീമിലുള്ള സബ്ജക്റ്റ് നമുക്ക് സയൻസ് ഒഴിവാക്കിയിട്ട് തുടങ്ങാം. ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ അത് തുടങ്ങാം. അങ്ങനെ 9th മുതലേ ഉണ്ട് ICSE. പക്ഷെ CBSE അതില്ലല്ലോ, സ്റ്റേറ്റ് ബോർഡിലും ഇല്ല. അപ്പോൾ ഞാനിപ്പോൾ കണ്ടതാണ് CBSE അങ്ങനെ വരാൻ പോവാണത്ര. അതായത് 9th മുതലേ നമുക്ക് 11th ഉം 12th ഉം കൊമേഴ്സ് ആണോ ഹ്യൂമാനിറ്റീസ് ആണോ എടുക്കണമെന്നുണ്ടെങ്കിൽ സയൻസ് ഇഷ്ടമല്ലെങ്കിൽ സയൻസ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇഷ്ടമല്ലെങ്കിൽ അത് വേണ്ടാന്ന് വെച്ചിട്ട് നമുക്ക് ആ ഗ്രൂപ്പ് 9th മുതലേ എടുക്കാം എന്നുള്ളൊരു സ്കീം ഇതിൽ വരാൻ പോവാണ്. എന്നാണ് വരാമെന്നൊന്നും അറിയില്ല, പക്ഷെ അങ്ങനെ വരുന്നുണ്ട് എന്ന് കേട്ടു. അപ്പോൾ അത് സംസാരിച്ചപ്പോഴാണ് രംഷേട്ട നല്ല. അപ്പം ഞാൻ പറഞ്ഞു നല്ല കാര്യമല്ലേ, വെറുതെ എന്തിനാ അനാവശ്യമായിട്ടുള്ള ഇഷ്ടമില്ലാത്ത സാധനങ്ങൾ പഠിക്കണം. അപ്പോൾ ഇന്ന് ഉച്ചക്കലത്തെ ചപ്പാത്തി ആൻഡ് ചിക്കൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതൊക്കെ കുളി കഴിയണതിൻ്റെ മുന്നേ തന്നെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. നല്ല അടിപൊളി ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ മാരിനേഷനൊക്കെ ചെയ്ത് ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു മിനിമം 2 മണിക്കൂറെങ്കിലും വേണമല്ലോ. അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചു. ഇനി സമയമല്ലേ, ചടപടേ വെച്ചിട്ട് വേഗം ചിക്കൻ കറി ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കട്ടെ. അപ്പോൾ ചപ്പാത്തിയുടെ കൂടെ നല്ല അടിപൊളിയായിട്ട് ഈസി ആയിട്ട് കഴിച്ചാലോ. കുറച്ച് മേത്തി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് ആലു മേത്തിയും കൂടെ ഉണ്ടാക്കി. അതായത് മേത്തി അധിക ദിവസം ഇങ്ങനെ ഇരുന്നില്ലെങ്കിൽ അത് ഫ്രഷ് ആയിട്ട് ഇരിക്കില്ല. അപ്പം ഞങ്ങളുടെ 3 പേരുടെയും എൻ്റെ മിത്തുൻ്റെയും സ്പെഷ്യലി ഫേവറേറ്റ് ആണ് ആലു മേത്തി. ഭയങ്കര ടേസ്റ്റ് ആയിട്ട്. അപ്പോൾ അതും കുറച്ചുണ്ട്. ഇത് അധികമൊന്നുമില്ല, ഒരു വെജിറ്റബിൾ പോലെ ചിക്കൻ്റെ കൂടെ എന്തെങ്കിലും ഒരു വെജിറ്റബിൾ വേണമല്ലോ വിചാരിച്ച് പാലക്കോ അല്ലെങ്കിൽ മേത്തിയൊക്കെ ഇങ്ങനെ ഡെയിലി ഒരു വെജിറ്റബിൾ ആയിട്ട് ഉണ്ടാക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത് കേട്ടോ. എല്ലാവർക്കും നല്ല വിശപ്പുള്ളതുകൊണ്ട് ഒരു കിടിലൻ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അയ്യോ, വെളിച്ചെണ്ണ വേണമല്ലോ. വെളിച്ചെണ്ണ കുറച്ചൊന്നും വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് ആ ടേസ്റ്റ് വരിക കേട്ടോ. ഉള്ള വെളിച്ചെണ്ണ അഡ്ജസ്റ്റ് ചെയ്യാം, ബാക്കി നമുക്ക് ഗ്രൗണ്ട് ഓയിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം, കുഴപ്പമില്ല. ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, തക്കാളി വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് സോട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നമ്മുടെ മാരിനേഷനാണ്. ഇതിൽ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, തൈര്, ഫ്രൈഡ് ആയിട്ടുള്ള ഉള്ളി, പിന്നെ അതിങ്ങനെ എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്തതാണ്, പിന്നെ കറിവേപ്പില, ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ഉപ്പ് ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. ഇനി ജസ്റ്റ് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് 10-25 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ ഒന്ന് വേവാനുള്ള സമയം അത്രേ വേണ്ടു. അങ്ങനെ
അങ്ങനെ വേഗം തന്നെ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കി. ഇതാകുമ്പോൾ സംഭവം പരിപാടി ഭയങ്കര എളുപ്പമാണ്, ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു ചിക്കൻ റോസ്റ്റാണ് കേട്ടോ. എന്തായാലും ഞാൻ വേറെ ദിവസം റെസിപ്പി ഷെയർ ചെയ്യാം. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറച്ച് ധൃതി പിടിച്ചിട്ടാണ് നമ്മളതൊക്കെ ചെയ്യുന്നത്. കാരണം ഉച്ചയ്ക്ക് ശേഷം ഇന്ന് കംപ്ലീറ്റ് ഒരു ഷൂട്ടിംഗ് ഡേ ആണ്. അതായത് വേറെ കുറേ പ്രോഡക്റ്റുകളും കാര്യങ്ങളൊക്കെ ഷൂട്ടിങ്ങും ഡിസ്കഷനൊക്കെ ഉള്ളൊരു ദിവസമായതുകൊണ്ട് ഇനി ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് ബിസി ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് ഓരോന്നിൻ്റെയും അങ്ങനെ വീഡിയോ എടുത്ത് ആ ഒരു എന്താ പറയുക അതിനുള്ളൊരു സമയം കിട്ടിയില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഓരോന്നും ചെയ്യാൻ. അങ്ങനെ ഇന്ന് രാത്രിത്തെ പരിപാടി കഴിഞ്ഞു. ഇന്ന് കുറേ ഷൂട്ടിംഗ് ഉള്ള ദിവസമായിരുന്നു കേട്ടോ, കുറേ വീഡിയോ ഷൂട്ട് ചെയ്യാണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ സമയം 10:20. അയ്യോ ഇന്ന് ശരിക്കും ടയേർഡായ ദിവസം. അതുകൊണ്ട് തന്നെ പാവൻ്റെ മിത്തുക്കുട്ടിയാണെന്ന് മിത്തുക്കുട്ടിക്കുള്ള ഡിന്നർ ഞാൻ ജസ്റ്റ് ഒരു സ്മൂത്തിയാണ് കഴിച്ചത്. ഒരു പഴവും ആൽമണ്ട് മിൽക്ക് ഇട്ടിട്ട് പീനട്ട് ബട്ടർ ഇട്ടിട്ടുള്ള ഒരു സ്മൂത്തിയാണ് ഞാൻ കഴിച്ചത്. അപ്പോൾ ഞാൻ അവിടെ ഷൂട്ട് ചെയ്യേണ്ട തിരക്കിലായതുകൊണ്ട് മിത്തുക്കുട്ടിക്കുള്ള പാസ്ത ഉണ്ടാക്കി. ഞാനത് വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ച ഒന്നും നടന്നില്ല. പാസ്ത ഉണ്ടാക്കി, മിത്തുക്കുട്ടി സ്വയം ഉണ്ടാക്കി. രംഷേട്ടനുള്ള എന്താ ഉണ്ടാക്കിയത്? മ്യൂസല്ലി വിത്ത് യോഗേട്ടോ അങ്ങനെ എന്തോ സംഭവം ഉണ്ടാക്കി കഴിച്ചു. ഞാനൊരു സ്മൂത്തി ഉണ്ടാക്കി കഴിച്ചു. ഉച്ചയ്ക്ക് നല്ല സമൃദ്ധമായ ഭക്ഷണമായ കാരണം രാത്രി തട്ടിക്കൂട്ടി എഗെയിൻ രാവിലെക്കുള്ളത്. അല്ലെങ്കിൽ ഇത് മറന്നു കഴിഞ്ഞാൽ പിന്നെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ചപ്പാത്തിയും ബാജി അതിൻ്റെ ഇടയിൽ ബ്രേക്ക്ഫാസ്റ്റും. വിത്തുവിന് എന്തായാലും ചപ്പാത്തി ആയിരിക്കും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവുക. അതൊക്കെ കൂടെ ഞാൻ മറക്കും. അപ്പോൾ രാത്രി 12 മണിക്കൊക്കെയാണ് ചിലപ്പോൾ ഓർമ്മ വരിക നമ്മുടെ രാവിലത്തെ ഓവർനൈറ്റ് ഓട്സ് ഇടാൻ മറന്നു എന്ന്. എന്നാലും ഞാൻ എണീറ്റ് വന്ന് ഉണ്ടാക്കും. കാരണം രാവിലെ എണീറ്റിട്ട് പുതിയത് ഉണ്ടാക്കണേക്കാളും എളുപ്പം രാത്രി ഇത് ഉണ്ടാക്കി വെക്കുക കേട്ടോ. എനിക്ക് രംഷേട്ടനുള്ളതാണ്. അപ്പം ചിയാ സീഡ് കഴിഞ്ഞിരുന്നു, ചിയാ സീഡ് റെഡിയാക്കി. ഇനി ഓട്സ് ഒരു ഭയങ്കര എന്താ പറയുക നമുക്ക് ടൈം സേവ് ചെയ്യുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്, ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. സാറ്റർഡേ സൺഡേ ഒക്കെയാണ് നമ്മളധികം. പിന്നെ ഇന്നിപ്പോൾ ലീവ് ആയതുകൊണ്ട് ഇന്ന് നമ്മൾ എന്താ ഉണ്ടാക്കി? ഇന്ന് ബ്രെഡ് അവക്കാഡോ ടോസ്റ്റ്. നാളെ ഓഫീസുള്ളതുകൊണ്ട് നാളെ അവക്കാഡോ ടോസ്റ്റ് ഒന്നും ഉണ്ടാക്കാനുള്ള സമയം ഉണ്ടാവില്ല, ചപ്പാത്തി എല്ലാം കൂടെ. അപ്പം നമ്മൾ ധൃതി പിടിച്ച് ഉണ്ടാക്കും. അപ്പം ഇങ്ങനെ നമ്മൾ ബിസി ഷൂട്ടിങ്ങും ബിസി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് മിത്തുക്കുട്ടി ആണ് ഈ പാത്രം ഫുള്ള് കഴുകി വെച്ചത്. ഞാൻ പറയണമെന്ന് വിചാരിച്ച കാരണം ഇതെനിക്ക് വീഡിയോ എടുത്ത് കാണിക്കാൻ പറ്റിയില്ല, കാരണം അപ്പുറത്ത് ഷൂട്ടിങ് നടക്കുകയായിരുന്നു. അപ്പം അതുകൊണ്ട് ചില ദിവസം ഇങ്ങനെയാണ്, ഭയങ്കര ബിസി ആയിരിക്കും. ഒരാഴ്ചയ്ക്കുള്ള വീഡിയോ എക്സ്ട്രാ വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചു. അതുകൊണ്ടാണ് ഇന്ന് ഫുള്ള്. രംഷേട്ടനും ഫ്രീ ആയിരുന്നു. കുറേ ക്യാമറ ഇതൊക്കെ ഉള്ള സംഭവമായ കാരണം രംഷേട്ടനുള്ള ദിവസം അങ്ങനെ കുട്ടി കുറേ വീഡിയോസ്, ഒരു 8 വീഡിയോ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഓവർനൈറ്റ് ഓട്സിൽ ഇടുന്ന സാധനങ്ങൾ കാണിക്കുമ്പോഴേ ഓട്സും ചിയാ സീഡും പിന്നെ ഞാൻ എപ്പോഴും പറയാറില്ലേ നമ്മുടെ എന്താ പറയുക മിക്സ് സീഡ് റോസ്റ്റഡ്. അപ്പോൾ അത് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ട്രൂ എലമെൻസിൻ്റെയാണ് ഞാൻ വാങ്ങാറ് കേട്ടോ. ഇത് റോസ്റ്റഡ് ആണ് ഞാൻ വാങ്ങാറ്. അപ്പോൾ പിന്നെ റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇതിൽ എന്തൊക്കെയുള്ളത്? പംകിൻ, വാട്ടർമെലൺ സീഡ്, പംകിൻ സീഡ്, സൺഫ്ലവർ, ചിയ, ഫ്ലാക്സ്, സെസമേ, സോയ നട്ട്സ്, ഇത്രയും സാധനങ്ങളാണ് ഉള്ളത്. ഇത് അടിപൊളിയാണ്. വെറും പംകിൻ സീഡ്സും ഡെയിലി രാവിലെ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരു സ്പൂണ് കഴിക്കുന്നതും ഭയങ്കര നല്ലതാണ്. കുറേ ഈ പറഞ്ഞ പോലെ മുടി കൊഴിച്ചിലും കുറേ പ്രശ്നങ്ങൾക്കൊക്കെ ഭയങ്കര നല്ലതാണ് പംകിൻ സീഡ്സ്. നമ്മുടെ മത്തൻ്റെ കുരു അത് പണ്ടൊക്കെ ഇങ്ങനെ ചുട്ട് കഴിച്ചിരുന്നു വീട്ടിലൊക്കെ. ഇത്രയും ഹെൽത്തിയാണ്, വില ഉള്ളതാണെന്നൊന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഇതെല്ലാ സീഡും കൂടിയിട്ടുള്ളതാണ്, മിക്സാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്, എനിക്കാണ് ഇഷ്ടം. അപ്പോൾ അതെല്ലാം കൂടെ ഇട്ടിട്ട് കുറച്ച് സോയാ മിൽക്കും ഇട്ട് രാവിലെ ഫ്രൂട്ട്സും ഇട്ട് നല്ല റിച്ച് പ്രോട്ടീനായിട്ടുള്ള നല്ല ഫൈബർ അടങ്ങിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ്. ഇനി മിത്തുൻ്റെ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് വേണം സമാധാനമായിട്ടൊരു ദിവസം ഇരുന്ന് കുറേ സിനിമ കാണാൻ. 2 സിനിമ നമുക്ക് ചാവ സിനിമ കാണാനുണ്ട്, ഓഫീസർ ഓൺ ഡ്യൂട്ടി കാണാനുണ്ട്. ഇത് രണ്ടും തിയേറ്ററിൽ പോയി കാണേണ്ട സിനിമയാണ്. എക്സാം ആയ കാരണം നമ്മൾ തൽക്കാലം തിയേറ്ററിൽ പോയി കാണുന്നില്ല എന്ന് വിചാരിച്ചിരിക്കണം. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് റിലാക്സ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ ഒന്ന് ഇരിക്കണം എന്ന് വിചാരിക്കുന്നു. നടക്കുമോ എന്തോ. ഇനി ഞാൻ ഇതിലൊരു ഡേറ്റ്സും കൂടെ ഇട്ട് വയ്ക്കാം, അല്ലെങ്കിൽ രാവിലെ ആകുമ്പോൾ ഡേറ്റ്സ് പൊതിരില്ല. സോ സിമ്പിൾ.
രാത്രി ഒരു 10 മിനിറ്റ് വേണ്ട, ഒരു 2 മിനിറ്റ് മാറ്റി വെച്ചാൽ രാവിലെ വളരെ ഈസിയാണ്. അപ്പോൾ തൽക്കാലം ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഗുഡ് നൈറ്റ്.